നഗരത്തിന്റെ തിരക്കിൽ നിന്നും പ്രകൃതിയുടെ ശാന്തതയിലേക്കുള്ള ഒരു യാത്ര. തിരുവനന്തപുരത്ത് പൊന്മുടിയോളം സുന്ദരി വേറെ ആരും തന്നെയില്ല. ട്രിവാൻഡ്രത്ത് നിന്ന് ഏകദേശം 61 കിലോമീറ്റർ ദൂരം സ്ഥിതി ചെയ്യുന്ന പൊന്മുടിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. എല്ലാ കാലാവസ്ഥയിലും മിക്ക സമയങ്ങളിലും ഇവിടെ കോട ഉണ്ടാകുമെങ്കിലും ഒക്ടോബർ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളിൽ പൊന്മുടിക്കൊരു പ്രത്യേക ഭംഗിയാണ്. വിതുര ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് കിടക്കുന്ന റോഡാണ് പൊന്മുടി റൂട്ട്. ഇവിടെ നിന്നും ഒരു 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വിതുര KSRTC സ്റ്റാൻഡ് എത്തും. നല്ല മഴയുള്ള സമയങ്ങളിൽ മിക്കവാറും പൊന്മുടി ഓപ്പൺ ആകാറില്ല. അതുകൊണ്ട് ആ സമയത്ത് വരുന്ന സഞ്ചാരികൾ ഇവിടെ ഓപ്പൺ ആണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വരുന്നതായിരിക്കും നല്ലത്. ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെ വഴിയിടം എന്ന പേരിൽ ഒരു ടോയ്ലറ്റ് സൗകര്യം ലഭ്യമാണ്. സാധാരണ പബ്ലിക് ടോയ്ലറ്റിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി വൃത്തിയുള്ളൊരിടമാണ്. ഇവിടെ നിന്നും 21 കിലോമീറ്റർ സഞ്ചരിക്കണം പൊന്മുടിയിലെത്താൻ. ഇവിടെ നിന്ന് കുറച്ച് മുന്നിലേക്ക് വരുമ്പം വലത്തോട്ടൊരു റോഡ് തിരിയുന്നത് കാണാം. ഇത് ബോണക്കാട്ടേക്ക് പോകുന്ന വഴിയാണ്. അവിടെയും ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസസ് ഉണ്ട്. നമുക്ക് നേരെ പോകണം. ഇതാണ് കല്ലാർ എക്കോ ടൂറിസത്തിന്റെ എൻട്രി. പൊന്മുടിയിലേക്കുള്ള യാത്രയിൽ നമുക്ക് കാണാൻ പറ്റിയ മറ്റു സ്ഥലങ്ങളാണ് പേപ്പാറ ഡാം, കല്ലാർ എക്കോ ടൂറിസത്തിനകത്തുള്ള മീൻമുട്ടി വാട്ടർഫോൾസ് തുടങ്ങിയവ. കല്ലാറിലെ ഉരുളൻ കല്ലുകളിൽ നിന്നാണ് പൊന്മുടിയുടെ സൗന്ദര്യം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ കല്ലാർ ഒരു പൊന്മുടിയുടെ പ്രവേശന കവാടമാണെന്ന് പറയാം. കാഴ്ചയിൽ ശാന്തമാണെങ്കിലും കല്ലാർ അത്ര സൗമ്യമല്ല. എല്ലാ എക്കോ ടൂറിസം യാത്രകളിലും ഇങ്ങനൊരു അതിഥി കാണുമെന്നറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും ഫുഡ് ഐറ്റംസും ഒക്കെ കരുതിയിരുന്ന് എല്ലാവർക്കും ആവശ്യത്തിനധികം കൊടുത്ത് ഞങ്ങൾ ഞായറാഴ്ചയായിരുന്നു പോയിരുന്നത്. അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. ടിക്കറ്റൊക്കെ എടുക്കുന്നിടത്ത് നല്ല ക്യൂ ഉണ്ട്. ATM കാർഡോ ഓൺലൈൻ പേയ്മെൻറ്റോ മാത്രമേ ഉള്ളൂ. ക്യാഷ് എടുക്കില്ല. ATM കാർഡ് കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നെറ്റ്വർക്കിൻ്റെ പ്രശ്നം കൊണ്ട് സ്കാൻ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട്. മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 20 രൂപയാണ് ടിക്കറ്റ് ചാർജ്. പിന്നെ വെഹിക്കിൾ എൻട്രി ഉണ്ട്. ഞങ്ങൾ കാറിന് 40 രൂപയാണ് എൻട്രി പാസ്. ഇവിടെ നിന്ന് ഇനിയും ഒരു 12 കിലോമീറ്ററോളം സഞ്ചരിച്ചാലേ ഹിൽ ടോപ്പിൽ എത്തിച്ചേരുള്ളൂ. വളഞ്ഞു കിടക്കുന്ന റോഡുകളിലൂടെ 22 ഹെയർപിൻ വളവുകൾ കയറി വേണം പൊന്മുടിയിലെത്താൻ. മഞ്ഞും ചെറിയ ചാറ്റൽ മഴയും കാടിൻ്റെ ശബ്ദവും ചേർന്ന ഒരു അടിപൊളി യാത്ര. പച്ചിപ്പ് പുതച്ചു നിൽക്കുന്ന വൻമരങ്ങളും കുഞ്ഞു കാട്ടരുവികളും ഒക്കെ ചേർന്ന ഒരു കാടിന്റെ ശബ്ദം. രാവിലെ 8:30 മുതൽ 5:30 വരെയാണ് പ്രവേശനം. 7 മണിക്ക് മുന്നേ തിരിച്ചിറങ്ങണം. ഇതുവഴി വരുമ്പോൾ ലെഫ്റ്റിലേക്ക് ഗോൾഡൻ പീക്കിലേക്ക് പോകുന്ന വഴിയാണ്. നേരെയാണ് നമ്മുടെ ഹിൽ ടോപ്പിലേക്ക് പോകേണ്ടത്.
നമ്മൾ അവിടെ നിന്ന് എടുത്ത ടിക്കറ്റ് ഇവിടെ ചെക്ക് ചെയ്യും. അപ്പോൾ ടിക്കറ്റ് കളയാതെ സൂക്ഷിച്ച് വെച്ചേക്കുക. ഗോൾഡൻ പീക്കിലും കാടിൻ്റെ വശ്യതയൊക്കെ ആസ്വദിച്ച് കുറച്ച് കാണാനുള്ള കാഴ്ചകളുണ്ട്. തൽക്കാലം ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. ഞങ്ങൾ ഹിൽ ടോപ്പിൽ മാത്രമേ ഇപ്പോൾ പോകുന്നുള്ളൂ. പോകുന്ന വഴിയിൽ നമുക്ക് പൊന്മുടിയിലെ പോലീസ് സ്റ്റേഷൻ കാണാൻ പറ്റും. പൊന്മുടിയെ പുതച്ചു നിൽക്കുന്ന കോടമഞ്ഞിനെ തുരന്നുകൊണ്ട് കോട നിറഞ്ഞ വഴികളിലൂടെ ഒരു യാത്ര. പോകുന്ന വഴിയിലൊക്കെ അഡ്വഞ്ചർ ഫോട്ടോഷൂട്ടുകൾ കാണാൻ പറ്റും. ഇത്തിരി ഭയാനക സിറ്റുവേഷൻ ആണ്. നമ്മളങ്ങനെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ അങ്ങനെ ഹിൽ ടോപ്പിൽ എത്തിച്ചേർന്നു. ലഞ്ചൊക്കെ കഴിച്ചിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കറങ്ങാൻ പോകുന്ന സമയങ്ങളിൽ മാക്സിമം ഞങ്ങൾ പുറത്തെ ഫുഡ് അവോയ്ഡ് ചെയ്യാറുണ്ട്. മിക്കവാറും വീട്ടിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. പ്രാവശ്യം വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് എടുത്ത്. മഞ്ഞത്തിറങ്ങി കളിക്കാൻ വേണ്ടി ഇന്ന് ഫുഡ് കഴിപ്പിന് 2 പേർക്ക് ഒത്തിരി സ്പീഡ് കൂടുതലാണ്. ഇത്രയും കോടയുള്ളൊരു സമയത്ത് ഈ പൊന്മുടി കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ്. പ്രകൃതി നമുക്കായി കാത്തു വച്ചിരിക്കുന്ന ഒരു കുഞ്ഞു സ്വർഗം. അത്രയ്ക്ക് കണ്ണിന് കാഴ്ചകളുടെ കുളിർമഴ പെയ്യിക്കുന്നുണ്ട് നമ്മുടെ പൊന്മുടി. വരയാടുകളുടെ ഒരു സംരക്ഷണ കേന്ദ്രം കൂടിയാണ് പൊന്മുടി. അതുകൊണ്ട് തന്നെ വരയാടുകളുടെ സ്റ്റാച്ചു മിക്കയിടത്തും കാണാം. അതിമനോഹരമായ കാഴ്ച. ഒരു പരിധിക്കപ്പുറം നമുക്കൊന്നും കാണാൻ സാധിക്കില്ല. ഒരു പുകമറ പോലെ കോടമഞ്ഞ്. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ട്രക്കിങ്ങിൻ്റെ നിരക്കുകളൊക്കെ ഒരു ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നിമിഷ നേരം കൊണ്ടാണ് കോടമഞ്ഞ് മാറുന്നതും വരുന്നതും. കോടമഞ്ഞ് മാറുമ്പോഴുള്ള കാഴ്ച അതിലും മനോഹരമാണ്. എവിടെ നോക്കിയാലും മൊട്ടക്കുന്നുകൾ. യാത്ര ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം. പ്രകൃതി ഒരുക്കിയിരിക്കുന്ന വിസ്മയമായ കാഴ്ചകളുടെ ഒരു ലോകം കാണാം. തീർച്ചയായും ഈ തണുപ്പ് മാസങ്ങളിൽ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് പൊന്മുടി. പൊന്മുടിയിലെ ഒരു വാച്ച് ടവറാണ് ഈ കാണുന്നത്. തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും ഇതുപോലുള്ള ഒരുപാട് KSRTC ബസ്സുകൾ പൊന്മുടി ഉല്ലാസയാത്ര എന്ന പേരിൽ വരുന്നുണ്ട്. ആനവണ്ടിയിൽ കോടമഞ്ഞ് ആസ്വദിച്ചുള്ള ഒരു യാത്ര തികച്ചും വേറൊരു വൈബാണ്. വിശാലമായ തേയിലത്തോട്ടങ്ങൾ പൊന്മുടിയുടെ മറ്റൊരു പ്രത്യേകത ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ തേയില നമുക്ക് വാങ്ങാൻ കിട്ടും. അങ്ങനെ പൊന്മുടിയോട് യാത്ര ചോദിച്ച് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങൾ ഇറങ്ങി വരുന്ന വഴിയിൽ അർണുമോൻ്റെ കാലയിൽ എന്തോ തട്ടുന്നെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് അവൻ്റെ ഷൂവിനകത്ത് ഒരു കൊളയട്ട ഇരുന്നത് അവൻ്റെ കാലയിൽ കടിച്ച് പാവ നന്നായിട്ട് പേടിച്ചു പോയി. കുളയട്ടയൊക്കെ ഒരുപാടുണ്ട്. അപ്പം വരുന്നവർ കുളയട്ട കടിക്കാതെ സൂക്ഷിക്കുക.
ബൈ ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.